പാലക്കാട് ചിറ്റൂരിൽ കള്ളിൽ കഫ് സിറപ്പ് കണ്ടെത്തിയ കള്ളുഷാപ്പിനെതിരെ നടപടി വൈകുന്നു. കള്ളുഷാപ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നടപടി വൈകുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമെന്നാണ് ആരോപണം. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട്, എന്തുകൊണ്ടാണ് ഈ കള്ളുഷാപ്പിനെതിരെ നടപടി വൈകുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം. രാഷ്ട്രീയ സമ്മർദ്ദമെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്? അടങ്ങിയിരിക്കുന്ന ലഹരി പദാർത്ഥം കൂട്ടാൻ വേണ്ടി ലഹരി കൂടിയ ലക്ഷ്മി, CPM-നെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഷാപ്പിലേക്ക്, കുറ്റിപ്പള്ളം ഷാപ്പിലേക്ക്, 59-ാം നമ്പർ ഷാപ്പിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. മാർച്ചിന് ശേഷം ഇവർ ഈ ഷാപ്പ് അടച്ചു പൂട്ടി ഇതിനകത്തുള്ള ആളുകളെ എല്ലാം തന്നെ പുറത്താക്കിയതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടന്നിട്ടുള്ളത്. പറയുന്നത് ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു രാസപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ എക്സൈസിന്റെ നടപടി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ല. അവരിപ്പോഴും കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയതിന് ശേഷം കമ്മീഷണർ ആണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ ഈ കള്ളുഷാപ്പിന് മുമ്പിൽ, കുറ്റിപ്പള്ളം കള്ളുഷാപ്പിന് മുമ്പിൽ മാർച്ച് നടത്തുകയും ഷാപ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു പ്രതിഷേധം തന്നെയാണ്. ഇത് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ ഷാപ്പിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ ഈ ഷാപ്പിൽ എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം കണ്ടാൽ അപ്പം തന്നെ ഇത് അടച്ചുപൂട്ടേണ്ട, ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഷാപ്പും അടച്ചുപൂട്ടണം എന്നൊരു നിയമമുണ്ട്. ഇത് അടച്ചുപൂട്ടാനാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരവുമായി ഈ ഷാപ്പ് അടയ്ക്കുന്ന സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. രണ്ട് ഷാപ്പുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ കുറ്റിപ്പള്ളം ഷാപ്പുണ്ട്, അതുപോലെ തന്നെ വണ്ണാമട ഷാപ്പ്. തീർച്ചയായും ഈ രണ്ട് ഷാപ്പ് നിർബന്ധമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അത് അടപ്പിക്കുക തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സമരവുമായി യൂത്ത് കോൺഗ്രസ് അത് മുന്നോട്ട് പോകും, ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതാണ്. ഇതുവരെ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഈ ഒരു രണ്ട് ഷാപ്പുകളിൽ മാത്രമേ സാമ്പിൾ എടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ ഇവരുടെ നേതൃത്വത്തിലുള്ള CPM-ന്റെ ഉടമസ്ഥയിലുള്ള അബ്കാരികൾ നേതൃത്വം നൽകുന്ന വിവിധ ഷാപ്പുകളിൽ ഇതേ രീതിയിലുള്ള വ്യാജമദ്യമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. ആ വില നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇതുമാതിരിയുള്ള അബ്കാരികളുടെ കള്ളുഷാപ്പ് മുതലാളിമാരുടെ CPM-ഉം എക്സൈസ് വകുപ്പുകളുടെയുമായിട്ട് ഉന്നതരുമായിട്ടുള്ള ബന്ധം അത് തെളിഞ്ഞിരിക്കുകയാണ്. വളരെ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ലക്ഷ്മി, വളരെ ശക്തമായ സമരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. ഈ കള്ളുഷാപ്പ് നമുക്കറിയാം, 59-ാം നമ്പർ ഷാപ്പും അതോടൊപ്പം തന്നെ 36-ാം നമ്പർ ഷാപ്പുമാണ് ഇത്തരത്തിൽ കഫ് സിറപ്പ് കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എക്സൈസ് ഇപ്പോഴും ഈ നടപടി, ആഴ്ചകളായി റിപ്പോർട്ട്, ഈ രാസപരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത് തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ്. അതിന്റെ റിസൾട്ട് വന്നത് അടുത്ത ദിവസമാണ്. പക്ഷേ ആ റിസൾട്ട് വന്നാൽ ഉടൻ നടപടിയെടുക്കേണ്ട എക്സൈസ് ഇക്കാര്യത്തിൽ വളരെ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കമ്മീഷണർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. കമ്മീഷണർക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട്. ഇന്നോ നാളെയോ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് പറയുന്നു. പക്ഷെ അപ്പോഴും ഈ കള്ളുഷാപ്പ് ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുന്നു. ഒരു നടപടിയും എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ഈ പ്രതിഷേധത്തിന്റെ കാരണം. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി.